നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ശല്യമായി മാറുകയാണ്. ഇപ്പോൾ UAE ആണ് പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പൗരന്മാർ UAEക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനികൾ സ്ഥിരമായി UAEയിൽ നിയമലംഘനങ്ങൾ നടത്താറുണ്ട്. നിയമലംഘനങ്ങൾ പതിവായതിനു പിന്നാലെ ഇവർക്ക് UAEയിലേക്ക് വരാനും ജോലി തേടാനുമുള്ള നിബന്ധനകൾ കടുപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ഇനി മുതൽ സ്വദേശത്തെ അതായത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ UAEയിലേക്ക് പാകിസ്ഥാനികൾക്ക് പ്രവേശനമുള്ളൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം. പാക് പൗരന്മാർക്ക് ഇനി മുതൽ തൊഴിൽ വിസയ്ക്കൊപ്പം സ്വഭാവ സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിരിക്കുകയാണ് UAE. എന്നാൽ UAEയുടെ ഈ നീക്കത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുകയാണെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പൗരന്മാർ രാജ്യത്തെത്തിയ ശേഷം വ്യാപകമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഭിക്ഷാടനങ്ങളിലും ഏർപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ പാകിസ്ഥാനിലെ 30 നഗരങ്ങളിൽ നിന്നുള്ളവർക്ക് UAE പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് നടപടികൾ കടുപ്പിച്ചത്. സൗദി അറേബ്യയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പാകിസ്ഥാനി പൗരന്മാർ തൊഴിലിനായി ആശ്രയിക്കുന്ന രാജ്യം കൂടിയാണ് UAE. എന്നാൽ കഴിഞ്ഞ വർഷം മാത്രം 4300 പാകിസ്ഥാനി ഭിക്ഷക്കാരെയാണ് UAE തടഞ്ഞത്. എത്രയും വേഗം ഈ വിഷയം പരിഹരിക്കാൻ പാകിസ്ഥാന് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സൗദി അറേബ്യയും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തീർത്ഥാടനത്തിന്റെ മറവിൽ സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാൻ യാചകർ എത്തിയതാണ് സൗദിയെ പ്രകോപിപ്പിച്ചത്. ഉംറ, ഹജ്ജ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മറവിലാണ് പാകിസ്ഥാനിൽ നിന്നും യാചകർ സൗദിയിൽ എത്തിയിരുന്നത്. ഉംറ വിസയിൽ എത്തുന്ന പാകിസ്ഥാനി യാചകർ പിന്നീട് അധികൃതരുടെ കണ്ണു വെട്ടിച്ച് ഭിക്ഷാടനം നടത്തി വരികയായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള പ്രവാസികളുടെ പെരുമാറ്റത്തിലും ജോലിയിലും UAEക്കും സൗദിക്കും പുറമെ ഖത്തർ, കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പാകിസ്ഥാനികളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതക്കുറവ്, ജോലിയോടുള്ള മനോഭാവം, ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. GCC രാജ്യങ്ങൾ അറിയിച്ചതനുസരിച്ച് 50% കുറ്റകൃത്യങ്ങളിലും പാകിസ്ഥാനികൾ ഉൾപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ വീഡിയോകൾ അനധികൃതമായി നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള നഴ്സുമാർ ജോലിയുമായി ബന്ധപ്പെട്ട ചില ചുമതലകൾ വഹിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കുവൈറ്റ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കൂടാതെ അവർ പ്രാദേശിക ഭാഷ പഠിക്കുന്നില്ലെന്നും രാജ്യത്തെ 6 മാസം ജോലി ചെയ്ത ശേഷം യൂറോപ്പിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സൂചിപ്പിച്ചിരുന്നു. ഇതിനു പുറമെ പാകിസ്ഥാൻ തൊഴിലാളികൾ ജോലിക്കിടെ സുരക്ഷാ ഹെൽമറ്റ് ധരിക്കാൻ വിസമ്മതിക്കുന്നുണ്ടെന്നും ഖത്തറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2023 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ ഭിക്ഷാടകർ ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തീർത്ഥാടനം എന്ന പേരിൽ യാത്ര ചെയ്യുകയും തുടർന്ന് ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ രാജ്യങ്ങളിൽ അറസ്റ്റിലായ ഭിക്ഷാടകരിൽ 90% പാകിസ്ഥാൻ പൗരന്മാരാണ്. ഏകദേശം 2 ദശലക്ഷം പാകിസ്ഥാനികൾ സൗദി അറേബ്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഓരോ വർഷവും 4 ലക്ഷത്തോളം പേർ രാജ്യത്തേക്ക് എത്തുന്നുണ്ടെന്നുമാണ് വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്തിന് തന്നെ ശല്യമായി മാറുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.